എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഡ്രീം ജോബ് നേടിയെടുക്കാനായി ഞാൻ എന്ത് ആക്ഷനാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ടാരോനോട് ചോദിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഡ്രീം ജോബിനായിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഈ റീഡിംഗ് മുഴുവനായിട്ട് കേൾക്കുക. യൂണിവേഴ്സൽ ഗൈഡൻസിനായിട്ട് നമ്മളിവിടെ 3 കാർഡുകൾ എടുത്തിട്ടുണ്ട്. കാർഡുകൾ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നമുക്ക് പേജ് ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കൂടുതൽ അറിവുകൾ നേടണം എന്നാണ് മെസ്സേജ്. നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നന്നായി മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. കൂടാതെ ആരെ സമീപിക്കണം, എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ഇതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളുണ്ട്. അവരുടെയൊക്കെ സഹായം തേടാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ പ്രാക്ടിക്കൽ ആവുകയാണ് വേണ്ടത്. നിങ്ങളുടെ റെസ്യൂം അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഇനി രണ്ടാമത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മുൻ പരിശ്രമങ്ങളുടെ ഫലം സ്വന്തമാക്കാനുള്ള സമയമാണിത് എന്നാണ് കാണുന്നത്. വിദേശത്തോ അല്ലെങ്കിൽ ഗ്ലോബൽ നെറ്റ്വർക്കിലോ ഒക്കെ ജോലി നേടാൻ സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ നിങ്ങൾ കൂടുതൽ പഠിക്കുകയും റിസർച്ചോ കോഴ്സുകളോ ഒക്കെ ചെയ്യുകയും ഒക്കെ വേണം എന്നൊരു മെസ്സേജ് കൂടി ഉണ്ട് ഇവിടെ. ഈ കാർഡ് ഒരു സൂചന കൂടി തരുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളുടെ ഇമീഡിയറ്റ് സോണിൽ അല്ല എന്നും നിങ്ങളിൽ ഇനിയും എക്സ്പാൻഷൻ വരേണ്ടതുണ്ട് എന്നുമാണ്. അതായത് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ പഴയ പാറ്റേണുകൾ പൂർണ്ണമായി മാറ്റണമെന്നാണ്. ഭയം, സംശയം, കൺഫ്യൂഷൻ തുടങ്ങി നിങ്ങളുടെ പഴയ തൊഴിലിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ പാറ്റേണുകൾ, നിങ്ങളുടെ മാനസികമായിട്ടുള്ള പാറ്റേൺ, മെന്റൽ പാറ്റേൺ, അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി പുറത്തു വരണം. നിങ്ങളിൽ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറണം. അങ്ങനെ നിങ്ങളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഴയ തൊഴിലിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളും സംഘർഷങ്ങളും ഒക്കെ ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ ഈ ഒരു ഡ്രീം ജോബിലും നിങ്ങൾ അനുഭവിക്കുകയും നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ ജോലിയിൽ പോലും നിങ്ങൾക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 3 കാർഡുകളും നമ്മൾ ഒന്നിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത വികാരങ്ങളെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി, നിങ്ങളുടെ ഡ്രീം ജോബ് നിങ്ങളെ തേടി വരുന്നത്. അതിനായി കാത്തിരിക്കുക. എത്രയും വേഗം നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.